ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. സൺഡേ രാവിലെ ഞാൻ ആദ്യ കളരിക്ക് കൊണ്ടുവിടാൻ പോവാണ്. ആദ്യം റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അതി എന്ത് ചെയ്യാൻ പോവാ? ഇതാണ് കളരിയുടെ യൂണിഫോമൊക്കെ ഇട്ട് ഇപ്പം മീനിന് ശകലം തീറ്റി കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കളരിക്ക് പോകും ഇല്ലേ? താഴെ ജിമ്മുണ്ട്, അതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് കളരി. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം നമുക്ക് മേളിലെത്താൻ. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് തൊഴുതിട്ട് വേണം കളരി ചെയ്യാൻ ആരംഭിക്കാൻ. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ കളരി ചെയ്യാനൊക്കെ സ്ട്രെച്ചിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം അവിടെ നിന്ന് ആദ്യത്തെ വാമപ്പൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ പോകാൻ വേണ്ടി ശകലം മടിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എഴുന്നേറ്റിട്ട് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് ഉഷാറാവും, പിന്നെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം പല പ്രായത്തിലുള്ള കുട്ടികൾ ഇവിടെ കളരി ചെയ്യുന്നതായിട്ട്. ചിലരൊക്കെ ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ചിലർ കുറച്ച് സ്റ്റേജ് ആയവരാണ്. സാറിന് ഇവിടെ വലിയ ആൾക്കാരുടെയും കളരി ആരംഭിക്കണമെന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഒരു 3 പേരെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. കൂടുതൽ പേര് വരുവാണെങ്കിൽ വേറൊരു സെക്ഷൻ വലിയവർക്ക് വേണ്ടിയുള്ളതും ആരംഭിക്കും. കുട്ടികളെ നമ്മൾ ഏതെങ്കിലും ഒരു ആയോധന കല പഠിപ്പിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കൊച്ചിലെ തൊട്ട് പഠിക്കുവാണെങ്കിൽ അവരുടെ ശരീരമൊക്കെ ഇപ്പോൾ നല്ലപോലെ വഴങ്ങുന്ന ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ നല്ലപോലെ ഉയരും, അവരുടെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ആയോധന കലകൾ നമ്മൾ പഠിക്കുന്നതുകൊണ്ട്. പിന്നെ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡിഫെൻസീവനായിട്ട് എപ്പോഴും നല്ലൊരു ആയോധന കല പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അവർക്ക് ഏത് സമയത്തും ഒറ്റയ്ക്കാണെങ്കിലും ഇങ്ങനെ വരുന്ന ഒരു പ്രതികൂല സാഹചര്യത്തിനെ ആണെങ്കിലും നേരിടാനുള്ള ഒരു മനക്കരുത്തൊക്കെ ഈ ഒരു കലകൾ പഠിച്ചിരിക്കുന്നതിലൂടെ അവർക്ക് നേടാൻ സാധിക്കും. ആഴ്ചയിൽ ഒരു 3 ക്ലാസ്സേ വരുന്നുള്ളൂ. അപ്പം ഇവരുടെ സ്റ്റഡീസൊന്നും നമ്മൾ സഫർ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ക്ലാസ്സിനൊക്കെ വിടാൻ പറ്റും. വരുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം, ശനിയാഴ്ച രാവിലെ, ഞായറാഴ്ച രാവിലെ, അങ്ങനെ 3 ദിവസമായിട്ടാണ് ക്ലാസ് വരുന്നത്. പിന്നെ സാറാണെങ്കിലും റെഗുലറായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. രാജ്കുമാർ സാറാണ് ഈ കളരിയുടെ അധ്യാപകൻ. സാറേ, ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് ഇവിടെ? ഇവിടുത്തെ സമയം വ്യാഴാഴ്ച വൈകിട്ട് 6:30-ക്കും ശനി ഞായറും 8 മണി തൊട്ട് 10 മണി വരെ. പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെ? മാസം 500 രൂപ, അഡ്മിഷൻ ഫീസ് 1000 രൂപ. പിന്നെ സാറേ, ഇത് നമുക്ക് എത്ര പ്രായം തൊട്ട് എത്ര പ്രായം വരെ ആൾക്കാർക്ക് പഠിക്കാവുന്ന വല്ല കാര്യം? കളരിയുടെ നിയമം വെച്ച് 7 വയസ്സ് തൊട്ട് മേലോട്ട് എത്ര വയസ്സ് വരെ ഉള്ളവർക്കും പഠിക്കാം. പിന്നെ ഒരു 5 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതല്ല നമ്മുടെ മെയിൻ കളരിയായിട്ട് വരുന്നത്. പടനിലത്താണ് മെയിൻ കളരി. കച്ചകെട്ടും കാര്യങ്ങളും എല്ലാം അവിടെ ആയിരിക്കും. ഇതിപ്പോൾ കുട്ടികൾക്കൊരു വ്യായാമം എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അല്ലേ? അല്ലാതെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കച്ചകെട്ട് ആയുധങ്ങളൊക്കെ പുതിയതായിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളവിടെ പടാനിലത്ത് വെച്ച്. ഓക്കെ സാർ. പടനിലത്തുള്ള കളരിയുടെ കുറച്ച് ദൃശ്യങ്ങളാണിത്.
കളരിയുടെ ലൊക്കേഷൻ വരുന്നത് കായംകുളം പുള്ളിക്കണക്കിൽ നിന്ന് മാമ്പ്രക്കനയ്ക്ക് വരുന്ന റോഡാണിത്. പുള്ളിക്കണക്ക് കളത്തട്ട് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഗുഡ് ലൈഫ് ജിമ്മ് കാണാം. ജിമ്മിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ CVN കളരി വരുന്നത്. അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ആദ്യ കളരി പഠിക്കാൻ പോകുന്നു, അപ്പോൾ ആ സ്ഥാപനം ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മോളെ എവിടെയാണ് കളരിക്ക് പോകുന്നത്, കോൺടാക്ട് നമ്പർ ഉണ്ടോ എന്ന് ഷെയർ ചെയ്യാം. അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഇതിൽ കൊടുത്തേക്കാം. എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കുട്ടികളെ കളരിക്കൊക്കെ വിടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് അരുൺ സൈനിങ് ഓഫ്. താങ്ക് യു.